ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സിമ്പിൾ റെസിപ്പിയാണ്. ചെറുപയർ കൊണ്ട് ഒരു തോരൻ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ചെറുപയർ തോരൻ എല്ലാവരും ഉണ്ടാക്കുന്നതല്ലേ എന്ന്. എന്നാൽ എനിക്ക് ഇതുപോലെ നാടൻ റെസിപ്പീസ് ചെയ്യാൻ വേണ്ടി ഒരുപാട് റിക്വസ്റ്റ് വരുന്നുണ്ട്. എല്ലാ റിക്വസ്റ്റും ഞാൻ ചെയ്യും. പതുക്കെ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ അതിനോട് ക്ഷമിക്കണം. അതുപോലെ ചെറുപയർ കുക്കറിൽ വേവിക്കുന്ന സമയത്ത് വെന്തുപോകാതെ എങ്ങനെ എടുക്കാം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇതുപോലത്തെ റിക്വസ്റ്റ് എനിക്ക് വരുന്ന സമയത്ത് എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അറിയാവുന്നവര് ക്ഷമിക്കുക. പിന്നെ ഓരോരുത്തരുടെയും റെസിപ്പീസ് വ്യത്യാസം ഉണ്ടാവും. ഞാനിവിടെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചെറുപയർ തോരനാണ് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റിയാണ്. അപ്പൊ നമുക്ക് കാണാം എങ്ങനെയാണ് നല്ല ടേസ്റ്റുള്ള ചെറുപയർ തോരൻ എളുപ്പത്തിൽ ഉണ്ടാക്കുന്നതെന്ന്. അപ്പൊ നമുക്ക് ചെറുപയർ കൊണ്ട് തോരൻ ഉണ്ടാക്കാം. അതിനുവേണ്ടി 1 കപ്പ് ചെറുപയറാണ് എടുത്തിട്ടുള്ളത്. ചെറുപയർ നല്ല ചെറുപയർ നോക്കി വാങ്ങണം. തേങ്ങ 1.5 കപ്പ്, ഉപ്പ്, വെളിച്ചെണ്ണ, 4-5 പച്ചമുളക് നിങ്ങൾ എരിവിൻ്റെ അനുസരിച്ച് വേണം ഇടാനായിട്ട്. കാരണം ഇതിൽ വേറെ മുളക് പൊടിയൊന്നും ഇടുന്നില്ല. എരിവിന് പച്ചമുളക് മാത്രമാണ് ഉപയോഗിക്കുന്നത്. അപ്പം എരിവ് കുറച്ചൊന്ന് മുന്നോട്ട് നിൽക്കണം, അതാണ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് പച്ചമുളക് എടുക്കുക. 4-5 ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. 2 കറിവേപ്പില. ഇത്രയാണ് ചെറുപയർ കൊണ്ടുള്ള തോരൻ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. ഞാൻ അത് ചെറുപയർ നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് കൊണ്ടുവരട്ടെ. നമുക്ക് കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് പയറിട്ട് കൊടുക്കാം. പയർ കഴുകി എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒറ്റ വിസിലിന് ഓഫാക്കി എടുക്കുക. ചെറുപയർ അധികം വെന്ത് പോകാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരു പ്രാവശ്യം വെച്ചിട്ട് എടുത്തതിന് ശേഷം നോക്കിയിട്ട് ഒന്നുകൂടെ വെക്കുകയുള്ളൂ. അങ്ങനെ അടച്ചു വെച്ചിട്ട് ഒറ്റ വിസിലിന് ഓഫാക്കി കൊടുക്കുകയാണ്. ഇപ്പൊ പ്രഷർ പോയിട്ടുണ്ട്. നമ്മൾ തുറന്നു നോക്കാം. ഇപ്പം പയറങ്ങനെ വെന്തിട്ടില്ല. വെള്ളമുണ്ട്. നമ്മളിങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് അങ്ങ് വെന്ത് പോവുകയില്ല. വെള്ളം പയറിന്റെ താഴെ കിടക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിലാണ് അടുത്ത പ്രാവശ്യം വെക്കുമ്പോഴത്തേക്ക് നമുക്ക് നല്ല മണിമണി പോലെ പയർ കിട്ടുള്ളൂ. ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ സ്പൂണാണ്. അതൊന്ന് മിക്സ് ചെയ്ത് ഇപ്പൊ പയറിൽ വെള്ളം കാണുന്നില്ലല്ലോ. ഈ വെള്ളം അധികം കാണുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി, മാറ്റി കൊടുത്താൽ മതി. കുറച്ച് വെള്ളം കൂടുതലാണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. ഞാൻ കുറച്ച് മാറ്റിയാണ്. നമുക്കിത് അടച്ചു വെച്ച് ഒറ്റ വിസിലിന് ഓഫാക്കി കൊടുക്കാം. ഇതിപ്പം 2ാമത്തെ പ്രാവശ്യം വെച്ചപ്പോൾ ഒറ്റ വിസില് ഓഫാക്കിയിട്ടുണ്ടായിരുന്നു. അത് പ്രഷറൊക്കെ പോയിട്ടുണ്ട്. തുറക്കാം. ഇപ്പം വെന്ത് പോയിട്ടില്ല. നല്ല പയറുമണികളും ഉണ്ടങ്ങനെ കിടക്കുന്ന ഒന്നും വെന്ത് പോയിട്ടില്ല. ഇനി നമ്മളിത് ഞെക്കുന്ന സമയത്ത് വെന്തിട്ടുമുണ്ട്, എന്നാൽ അത് ഉടഞ്ഞു പോയിട്ടുമില്ല. നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് തേങ്ങ ഒന്ന് ഒതുക്കിയെടുക്കണം. അതിനുവേണ്ടി മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. പെട്ടെന്ന് കഴിയും ഈ തോരൻ. നമുക്ക് മുറിക്കേണ്ട ആവശ്യമില്ല. പച്ചക്കറിയും ഒക്കെ മുറിക്കുന്ന പോലെ. നല്ല പ്രോട്ടീനാണ്. ചുവന്നുള്ളി ഇടുകയാണ് ഞാൻ. പിന്നെ പച്ചമുളക് ഞാനൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുകയാണ്, പെട്ടെന്നൊന്ന് അടിഞ്ഞു കിട്ടാനായിട്ട്. എരിവ് നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം ഇതിന് തീരെ എരിവില്ലാത്ത പച്ചമുളകാണ്. വീട്ടിൽ തന്നെ ഉണ്ടായ പച്ചമുളകാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഇടുന്നത്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചാൽ മാത്രം മതി. അരഞ്ഞു പോകാൻ പാടില്ല. ചെറുതായിട്ടൊന്ന് ഒതുങ്ങിയാൽ മതി. ഈ പച്ചമുളകും ഉള്ളിയും ഒന്ന് ചതയുകയും ചെയ്യും. അത് തേങ്ങയുടെ കൂടെ ഒന്ന് മിക്സ് ആവുകയും ചെയ്യും. അത്രയും മാത്രം മതി. ഇനി ഞാനൊന്ന് ചതച്ചിട്ട് വരട്ടെ. ഇപ്പം ഞാൻ ഒന്ന് ഒതുക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമ്മുടെ മിക്സിയുടെ പ്രസ് ചെയ്യുന്ന ബട്ടൺ ഇല്ലേ, അത് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് ഓഫാക്കി അടിച്ചാൽ മതി. അപ്പം ഒരുപാട് അങ്ങ് അരഞ്ഞു പോവുകയില്ല. നമുക്ക് ചെറുപയർ കടുക് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് പാനിനകത്തോട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് ഉണക്കമുളക് ഇട്ടിട്ടുണ്ട്. ഉണക്കമുളക് ഒന്ന് മൂത്തിട്ടുണ്ട്. അതിലേക്ക് 1 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഒന്ന് മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പയറിട്ട് കൊടുക്കാം. പയറുണ്ടോ നല്ല മണിമണി പോലെ ഇരിക്കുന്ന പയർ. ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് തേങ്ങാക്കൂട്ടും കൂടി ഇട്ട് കൊടുക്കാം.
തേങ്ങ ചതച്ച് വെച്ചില്ലേ അത്. തേങ്ങ നല്ലോണം ഉണ്ടെങ്കിലാണ് ടേസ്റ്റ് ഉണ്ടാവുക. അതിന് നന്നായിട്ട് തേങ്ങ വേണം. നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് സമയം അങ്ങ് ചൂടാക്കണ്ട. ഇത് നന്നായിട്ടൊന്ന് ആവി കയറിയാൽ മാത്രം മതി. ഇളക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം, ഇങ്ങനെ കുത്തി ഇളക്കി പൊടിഞ്ഞു പോകാൻ പാടില്ല. കാരണം നന്നായിട്ട് വെന്തിരിക്കുന്ന പയറാണ്. അപ്പോൾ നമ്മൾ ഇളക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഒന്ന് വെന്തങ്ങ് പൊടിഞ്ഞു പോകും. ഇപ്പോൾ ഇതായിട്ടുണ്ട്. ഒന്ന് ഇളക്കി ഇത് ആവിയൊക്കെ ഒന്ന് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഒരുപാട് സമയം വെക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് മാറും. ശരിക്കും ഇത് പച്ചമുളകിൻ്റെ ആ ഒരു ഉള്ളിയുടെ ഒക്കെ ടേസ്റ്റ് നന്നായിട്ടുണ്ടാവും. അങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിപ്പം കുറച്ചുകൂടെ ഒന്ന് ഉപ്പ് വേണം. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, എന്നാലും ഇച്ചിരി ഇട്ടിട്ടുണ്ട്. ഓഫാക്കിയിട്ടുണ്ട് ഞാൻ. വേണമെങ്കിൽ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇടാം. എനിക്ക് കറിവേപ്പില എന്ന് പറഞ്ഞാൽ ഒരു വീക്ക്നെസ്സാണ്. നല്ല ടേസ്റ്റുള്ള പയർ തോരൻ റെഡി ആയിട്ടുണ്ട്. കഞ്ഞിയുടെ കൂടെ ഈ പയറും ഒരു അച്ചാറും കൂടെ ഉണ്ടെങ്കിൽ കുശാലായി. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ചോറിൻ്റെ കൂടെ ആണെന്നുണ്ടെങ്കിൽ സൈഡ് ഡിഷായിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ നല്ല ടേസ്റ്റുള്ള സിമ്പിൾ പയർ തോരൻ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതിൽ നമ്മൾ മഞ്ഞൾപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും ചേർക്കരുത്. ഇതിങ്ങനെ തന്നെ ഒരു ലൈറ്റ് ഗ്രീനിഷ് കളറിലാണ് ഉണ്ടാവുക. പെട്ടെന്ന് തന്നെ തയ്യാറാക്കുകയും ചെയ്തില്ലേ. പിന്നെ നിങ്ങൾക്ക് ചെറുപയർ കഴിക്കുന്ന സമയത്ത് ഗ്യാസ് പ്രോബ്ലം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ പയർ കുക്കറിൽ വേവിക്കുമ്പോൾ തന്നെ 4-5 വെളുത്തുള്ളി തൊലി കളഞ്ഞിട്ട് മുറിക്കാതെ അങ്ങനെ തന്നെ ഇട്ട് വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇറങ്ങില്ല, ഗ്യാസ് പ്രോബ്ലം ഉണ്ടാവില്ല. ഇത് ഞാൻ നേരത്തെ പയറുകറിയുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ. കൂട്ടുകാരാണ് ഫ്രീ ആയിട്ടാ വച്ചിട്ട് തായിട്ട് മുട്ടയില്ല, കോഴിയിട്ട മുട്ടയില്ലേ, അങ്ങോട്ട് പുഴുങ്ങിച്ചിരണോ? അച്ഛനെ ഞാൻ കാണുന്നുണ്ട് കേട്ടാ. മോനെ വൈകുന്നേരം കാണുന്നുണ്ട്. 18 കൊടുത്തോളാം.